ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ചാപ്റ്റർ 1-ൽ മാനേജ്മെൻറ്റ് എന്താണ് നമ്മൾ പഠിച്ചു. മാനേജ്മെൻറ്റ് മീൻസ് മാനേജിങ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എല്ലാ ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ചില പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ്. എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഗൈഡ് ലൈൻസ് ഫോർ മാനേജേഴ്സ് ടു പെർഫോം മാനേജറിയൽ ആക്ടിവിറ്റീസ്. മാനേജറിയൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്ന ചില ഗൈഡ് ലൈൻസിനെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷൻ്റെ ബേസിലും അനാലിസിസിൻ്റെ ബേസിലും എക്സ്പെരിമെൻറ്റേഷൻ്റെ ബേസിലുമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിന് 2 വ്യക്തികളാണ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ഹെൻറി ഫയോളും രണ്ടാമത്തേത് FW ടീലറും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഹെൻറി ഫയോൾ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹെൻറി ഫയോളിൻ്റെ ജീവിതകാലം 1841 മുതൽ 1925 വരെയാണ്. 29 ജൂലൈ 1841 ഹെൻറി ഫയോൾ ജനിച്ചു. 19 നവംബർ 1925 അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോൾ ജനറൽ മാനേജ്മെൻറ്റ് അഥവാ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ പിതാവാണെന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് ഓർ മോഡേൺ മാനേജ്മെൻറ്റ്. ഇനി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 14 പ്രിൻസിപ്പിൾസാണ്. ഈ 14 പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യം ഓർഡർ നിങ്ങൾ പഠിക്കണം. ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തേത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തേത് ഡിസിപ്ലിൻ. നാലാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്. 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. 7 റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. 8 സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 9 സ്കേലർ ചെയിൻ. 10 ഓർഡർ. 11 ഇക്വിറ്റി. 12 സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. 13 ഇനിഷ്യേറ്റീവ്. 14 എസ്പിരിറ്റ് ഡി കോർപ്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. This principle suggests that total work should be divided into സ്മോൾ പാർട്സ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അകത്തെ ടോട്ടൽ വർക്കിനെ ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഈച്ച് പാർട്ട് ഓഫ് ദി വർക്ക് ഷുഡ് ബി അലോക്കേറ്റഡ് ഹൂ ഈസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദി വർക്ക്. ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആയിരിക്കുന്ന വർക്കുകളെ ആ വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിട്ടുള്ളവരെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇതുമൂലം ദിസ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ, ലെസ് വേസ്റ്റേജ് ആൻഡ് റെഡ്യൂസ് റിസ്ക്. അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആദ്യം ഈ അതോറിറ്റി എന്താണ് നമുക്ക് നോക്കാം. അതോറിറ്റി മീൻസ് ദി റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ. അതായത് സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുക്കാനായിട്ടുള്ള റൈറ്റും അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുക. ഇനി റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി അസൈൻ ടാസ്ക്. ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യസമയത്തിന് പൂർത്തിയാക്കാനുള്ള കടപ്പാടിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. ഹെൻറി ഫയോൾ പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തായിരിക്കണം, ഒരു ബാലൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഹെൻറി ഫയോൾ പറയുക. There must be a balance between the authority and responsibility.
If authority is given to a person, he should also be made responsible. ഒരു വ്യക്തിക്ക് അതോറിറ്റി നൽകുകയാണ് എങ്കിൽ അയാൾക്ക് അത് ചെയ്തു തീർക്കാനുള്ള കടപ്പാടും ഉണ്ടായിരിക്കണം എന്നാണ് ഹെൻറി ഫയോൾ പറയുക. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം. Discipline is the obedience to organizational rules and employment agreement which are necessary for the working of the organization. ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായ തൊഴിൽ കരാർ, സ്ഥാപന നിയമങ്ങൾ എന്നിവയോടുള്ള വിധേയത്വമാണ് അച്ചടക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to Fayol, discipline requires good superiors at all levels, clear and fair agreements and judicious application of penalties. അച്ചടക്കം നിലനിർത്താൻ വേണ്ടി എല്ലാ സൂപ്പർവൈസേഴ്സും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സും അത് ക്ലിയറായിട്ട് പാലിക്കണം. എല്ലാ സബോർഡിനേറ്റ്സിനും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇതൊക്കെയാണ് കമ്പനിയുടെ റൂൾസ്. ഈ റൂൾ അനുസരിച്ച് വേണം എല്ലാവരും ബിഹേവ് ചെയ്യാനായിട്ട്, ഡിസിപ്ലിനായിട്ട് പെർഫോം ചെയ്യാനായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 10 മണിയാണ്, എംപ്ലോയീസിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 9:30 എങ്കിൽ കൃത്യം 9:30 തന്നെ എല്ലാ എംപ്ലോയീസും ആ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. മറിച്ച് റൂൾസ് അംഗീകരിക്കാത്തവർക്ക് കർശനമായ പണിഷ്മെൻറ്റും കൊടുക്കണമെന്നാണ് ഹെൻറി ഫയോൾ പറയുക. അടുത്ത പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. According to Fayol, there should be one and only one boss for every individual employee. ഓരോ തൊഴിലാളിക്കും ഒരു മേലധികാരി മാത്രമേ പാടുള്ളൂ എന്നാണ് ഫയോൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ബോസ് ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ 2 തരം ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഓരോ ബോസുകളും നൽകുക. അങ്ങനെ വരുമ്പോൾ എംപ്ലോയിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും. If an employee gets orders from 2 superiors at the same time, the principle of unity of command is violated. ഒരു തൊഴിലാളി ഒരേ സമയം ഒന്നിൽ കൂടുതൽ മേലധികാരികളിൽ നിന്നും കമാൻഡ് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന തത്വം ലംഘിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു സെയിൽസ്മാനോട് മാർക്കറ്റിംഗ് മാനേജർ പറയുകയാണ് ഒരു പ്രൊഡക്റ്റിന് 10% ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. മറിച്ച് ഫിനാൻഷ്യൽ മാനേജർ പറയുന്നു 5% കൊടുക്കാവുള്ളൂ എന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എംപ്ലോയി അല്ലെങ്കിൽ സെയിൽസ്മാനോടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഫയോൾ പറയുന്നത് ഒരു തൊഴിലാളി ഒരു സമയം ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമേ കമാൻഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. All the units of an organization should be moving towards the same objectives through coordinated and focused efforts. ഒരു സ്ഥാപനത്തിലെ എല്ലാ ഘടകങ്ങളും ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും വിവിധ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിലെത്തുകയും വേണം. Each group of activities having the same objective must have one head and one plan. ഒരേ ഉദ്ദേശത്തിലുള്ള ഓരോ കൂട്ടം പ്രവർത്തനങ്ങൾക്കും ഒരു പൊതുവായ തലവനും പൊതുവായ പദ്ധതിയുമായിരിക്കണം എന്നാണ് ഫയോൾ പറയുന്നത്. ഇനി യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത് വൺ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം
and should be responsible to only one superior. ഒരു സബോർഡിനേറ്റ് ഒരു സമയം ഒരു സുപ്പീരിയറിൻ്റെ ഓർഡറാണ് സ്വീകരിക്കുകയും അയാൾക്ക് കടപ്പെട്ടുകയും ചെയ്യണമെന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകൾക്കും ഒരു തലവനും ഒരു പദ്ധതിയും ആയിരിക്കണമെന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത്. ഇനി യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഇനി യൂണിറ്റി ഓഫ് കമാൻഡ് അഫക്റ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിനെ ആയിരിക്കും. മറിച്ച് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് അഫക്ട്സ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ഇനി ബാക്കിയുള്ള പ്രിൻസിപ്പിൾസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഈ 14 പ്രിൻസിപ്പിൾസിൻ്റെ പേര് കാണാപ്പാഠം പഠിക്കുകയും അത് ഓർഡർ അനുസരിച്ച് പഠിക്കുകയും ഇപ്പോൾ പറഞ്ഞ 5 പ്രിൻസിപ്പിളും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.